എൻ്റെ പേര് അനിൽ. ഞാൻ ഫുഡ് ഡിസൈൻ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു ദിവസം ഒരു ചെറിയ രീതിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ബൈക്കിൻ്റെ പിറകിൽ വേറെ 2 കുട്ടികൾ ഒരു ബൈക്കോട്ട് വന്ന് ടച്ച് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒന്ന് മുട്ടും കുത്തി വീണു. പക്ഷേ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ മരട് കുണ്ടന്നൂര് PS മിഷൻ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ കാലിന് കുഴപ്പമൊന്നുമില്ല. കാല് കുറച്ച് നീര് വെച്ചിട്ടുണ്ട്. ബാൻഡേജ് ഇട്ട് മെഡിസിൻ തന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കാലിന് നീര് കുറയുന്നില്ല. കാലിനെനിക്ക് കുത്തി നടക്കാൻ കഴിയുന്നില്ല. വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ 1 മാസത്തേക്ക് വീണ്ടും മെഡിസിൻ എഴുതി തന്നു. അത് കഴിച്ച് നേരിയ രീതിയിൽ കുറയുന്നു. വീണ്ടും കാല് നന്നായിട്ട് ഊന്നി നടക്കാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ ആ കാലിന് ഇടത് കാലിനായിരുന്നു ആക്സിഡൻ്റ് ഉണ്ടായി. ആ കാലിന് എനിക്ക് പൂർണ്ണമായിട്ട് വെയിറ്റ് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ എൻ്റെ വലത് കാലിന് കൂടുതൽ വെയിറ്റ് കൊടുത്ത് നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും എനിക്ക് വലത് കാലിൻ്റെ തുടയുടെ നട്ടലിൻ്റെ ഭാഗത്തായിട്ട് താഴെയിൽ എനിക്ക് ഒരു വേദനയും നീരുവീഴ്ചയും ഒരു ഇറിറ്റേഷനൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ എനിക്കതൊരു വല്ലാത്ത അരോചകരമായിട്ട് തോന്നി. ഒരു മനസ്സിന് ബുദ്ധിമുട്ടായി തോന്നി. ഡോക്ടർ വന്ന മെഡിസിൻ്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ മരട്ടിലുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, അനിലേ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ആ കാലിന് കുറച്ച് ഭേദമുണ്ട്. പക്ഷേ എൻ്റെ അത് വലത് കാലിന് എനിക്ക് ഈ തുടയുടെ നട്ടലിൻ്റെ താഴെയായിട്ട് എനിക്ക് വേദനയും നീരുവീഴ്ചയും മനസ്സിന് എന്തോ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഇരിക്കാനല്ലേ, നമുക്ക് നോക്കാം. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തതിന് ശേഷം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ്, അല്ലേ നട്ടലിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ അകൽച്ച തോന്നുന്നുണ്ട്. എനിക്കത് ചെറുതായിട്ട് തോന്നുന്നുണ്ട്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് MRI സ്കാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അത് പിന്നെ ചെയ്യാം, ഒരാഴ്ചത്തേക്ക് മരുന്ന് കഴിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞ് മെഡിസിൻ തന്ന് എന്നെ പറഞ്ഞു വിട്ടു. മരുന്ന് കഴിച്ച് അപ്പോൾ കുറച്ച് ഒരു ആശ്വാസം തോന്നി. വീണ്ടും അത് മെഡിസിൻ്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും വേദന വന്നു. ഇങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി. കാലിന് വലിയ വ്യത്യാസമല്ല, വേദന തന്നെ. ഞാൻ വേറൊരു ഡോക്ടറെ കണ്ട്. ആ ഡോക്ടറെ പോരാന്ന് കരുതി വേറൊരു ഡോക്ടറെ കണ്ട്. അതും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടർ, ഓർത്തോ ഡോക്ടർ തന്നെ. ആ ഡോക്ടറുടെ കീഴിൽ ഞാൻ ഒരു വർഷം അടുത്ത് മെഡിസിൻ കഴിച്ചു. പോയി ഡോക്ടറെ കാണും, 1 മാസത്തേക്കുള്ള മെഡിസിൻ തരും, കഴിക്കും. വീണ്ടും ഞാൻ ആ മെഡിസിൻ കഴിയുമ്പോൾ വീണ്ടും ഡോക്ടറെ പോയി കാണും, വീണ്ടും 1 മാസത്തേക്ക് തരും. അങ്ങനെ കഴിച്ച് എനിക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. വേദന തന്നെ, വേദന കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. അങ്ങനെ ഞാൻ ഈ PS ഹോസ്പിറ്റലിൽ മരട് കുണ്ടന്നൂര് അവിടുത്തെ ഓർത്തോ ഡോക്ടറെ വീണ്ടും പോയി കണ്ട് MRI സ്കാൻ ചെയ്യാനായിട്ട് എഴുതി വാങ്ങിച്ചു. അപ്പം MRI സ്കാൻ ചെയ്യാൻ പോകുന്നതിന് വേണ്ടി എൻ്റെ അളിയനോട് പറഞ്ഞപ്പോൾ, എൻ്റെ ഭാര്യയുടെ ആങ്ങളോട് പറഞ്ഞപ്പോൾ, ഭാര്യയുടെ ആങ്ങള പറഞ്ഞ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ്റെ പരിചയത്തിൽ അവിടുത്തെ പ്രഗത്ഭനും ഏറ്റവും വലിയ ഡോക്ടറുമായ ഓർത്തോ ഡോക്ടറെ, സർജൻ കൂടിയായ ഡോക്ടറെ നമുക്ക് നേരിട്ട് കൊണ്ടേ കാണിക്കാം, പരിചയമുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട നല്ല രീതി അവിടെ കിട്ടും എന്ന രീതിയിൽ ഞങ്ങളവിടെ പോയി. ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്ത് ഡോക്ടർ എന്നെ നന്നായിട്ട് നോക്കിയിട്ട് ഡോക്ടർ തനിക്കൊരു കുഴപ്പവും കാണുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് തനിക്ക് വട്ടാടോ, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഈ MRI സ്കാൻ പറഞ്ഞ് എഴുതി തന്നു വിട്ട ഈ ഡോക്ടർക്ക് വട്ടാണ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ അങ്ങനെ പറയരുത്, ഇതൊരു ഓർത്തോ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. തനിക്കൊരു കുഴപ്പമില്ല, താൻ പൂർണ്ണ ആരോഗ്യവാനാണ്, പിന്നെ തനിക്ക് ഇങ്ങനെയുള്ള കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഡോക്ടറെ ഞാൻ വട്ടനെന്നല്ലാതെ എന്താ പറയേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. അവസാനം ഡോക്ടർ എൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ഇഷ്ടത്തിന് ഡോക്ടർ പറഞ്ഞു, തൻ്റെ ഇഷ്ടത്തിന് ഞാൻ എക്സ്റേ എടുക്കണമെങ്കിൽ എടുത്തിട്ട് റിപ്പോർട്ട് തന്നെ കാണിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. തനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്ത് റിസൾട്ട് വരാൻ കാത്തിരുന്നു. റിസൾട്ട് വന്ന് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, എൻ്റെ വൈഫിനെയും വിളിച്ച് നിർത്തി, വൈഫിൻ്റെ ആങ്ങളെയും വിളിച്ച് നിർത്തിയിട്ട് പറഞ്ഞു,
ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റാണ്. ഇയാളുടെ എക്സ്റേ കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തനിക്ക് എത്ര പ്രായമുണ്ട്, എത്ര വയസ്സുണ്ട്, തൻ്റെ നട്ടെല്ല് അകന്നിട്ടുണ്ട്, നട്ടെല്ലും ഡിസ്കും അകൽച്ച കാണുന്നുണ്ട്. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഇങ്ങനെ തുടർന്ന് ജോലി ചെയ്താൽ അതിൻ്റെ ആ ജോയിന്റ് വിട്ടുപോയി കഴിഞ്ഞാൽ തനിക്ക് നടക്കാൻ പറ്റാതെ കിടപ്പായി പോകും. അതുകൊണ്ട് ഇനിയുള്ള കാലം എന്താ, ഞാനൊരു ബെൽറ്റിന് എഴുതിത്തരാം. ആ ബെൽറ്റും ധരിച്ച് പൂർണ്ണ കസേര ഇരുന്നുള്ള പണി ചെയ്യാൻ, പൂർണ്ണ റെസ്റ്റ് എടുക്കാൻ, അങ്ങനെയുള്ള ജോലി ചെയ്യാൻ എന്നോട് പറഞ്ഞു. എനിക്ക് 2 കുട്ടികളാണ്, 6, 7 വയസ്സുള്ള 2 പെൺകുട്ടികൾ. എൻ്റെ ഭാര്യ, എനിക്ക് സഹായത്തിന് വേറെ ആരുമില്ല. എൻ്റെ അച്ഛനും അമ്മയുണ്ട്, അനിയനും ഭാര്യ, അവർ വേറെ താമസിക്കുന്നു, ഞാൻ വേറെ താമസിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ജോലി എടുക്കാൻ പറ്റാതെ വന്നുള്ള അവസ്ഥയെക്കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ എൻ്റെ മനസ്സ് കലങ്ങിപ്പോയി. ഡോക്ടർ ഇയാൾക്ക് ഒരിക്കലും ഇനി ജോലി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ എൻ്റെ മനസ്സ് കലങ്ങിപ്പോയി. എൻ്റെ വൈഫിൻ്റെ മനസ്സാകപ്പാടെ വേദന കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ സമയം തന്നെ ഫോൺ എടുത്തിട്ട് പരിചയമുള്ളവരെല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് മൈസൂർ കൊണ്ടുപോകാം, അവിടെ കൊണ്ടേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മാറ്റം കിട്ടും, നല്ല ശമനം കിട്ടും, വ്യത്യാസം ഉണ്ടാവും എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അളിയൻ പറഞ്ഞ് നമുക്ക് മൈസൂർ പോവാം, എത്രയും പെട്ടെന്ന് മൈസൂർ പോവാം. അപ്പോൾ വേണ്ട രീതിയിൽ എന്താണെന്ന് ചെയ്യാമെന്നുള്ള, എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നുള്ള കാരണങ്ങളാൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ എൻ്റെ അളിയൻ നല്ലൊരു സിംഗറാണ്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയായ ഒരു വൈദ്യൻ, ജോൺസൺ വൈദ്യൻ എന്ന് പറയും. ആ ജോൺസൺ വൈദ്യൻ നമുക്കൊന്ന് കാണിച്ചു കളയാം. ജോൺസൺ വൈദ്യനെ അളിയൻ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വൈഫും അളിയനും കൂടി വൈദ്യനെ പോയി കണ്ടു. വൈദ്യനുമായിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. കാര്യം ഇത്രയും വലിയ ഡോക്ടർമാർ, എറണാകുളത്ത് ഏറ്റവും നല്ല പ്രഗത്ഭനായിട്ടുള്ള ഓർത്തോ ഡോക്ടർ, അത് സർജനും കൂടി ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞെടുത്ത് ഇനി എന്ത് ചെയ്യാനാ, എനിക്ക് ജീവിതത്തോടൊരു മരവിപ്പ് തോന്നി തുടങ്ങി. കാര്യം ഈ ചെറുപ്രായത്തിൽ 40 വയസ്സ്, ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ഇനിയിപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, തൊഴിലെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മനസ്സിനെന്തോ ഒരു പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താൻ എനിക്ക് പറ്റിയില്ല. എന്തായാലും പോകുന്ന ആളല്ലേ, ഒരു കച്ചിത്തുരുപ്പ് കിട്ടിയാൽ, ചാകാൻ പോകുമ്പോൾ ഒരു കച്ചിത്തുരുപ്പ് കിട്ടിയാൽ കയറി പിടിക്കുമല്ല. ആ ഒരു ഇതിൽ ഞാൻ വൈദ്യനെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ വൈദ്യനായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യൻ്റെ രീതികൾ, ചികിത്സാ രീതികൾ, ചെയ്യേണ്ട വിധം, കാര്യങ്ങൾ ഞാൻ എൻ്റെ വിവരം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈദ്യൻ എന്നോട് പറഞ്ഞു, ജോൺസൺ വൈദ്യൻ എന്നോട് പറഞ്ഞു, അതിലൊന്നും കൊണ്ടും പേടിക്കണ്ട, ഇത് ഞാൻ മാറ്റിത്തരാം, ഇത് പേടിക്കാനുള്ള അത്രയും കുഴപ്പമില്ല, ഇതിലും വലിയ കേസ് ഇവിടെ വന്നിട്ടുണ്ട്, ഒന്നും കുഴപ്പമില്ല, പേടിക്കണ്ട, മനസ്സിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ജോൺസൺ വൈദ്യനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് നല്ലൊരു ആത്മവിശ്വാസം എനിക്ക് കിട്ടി. ആത്മവിശ്വാസമാണ് ഏതൊരു കാര്യത്തിലും മുന്നിൽ കാണേണ്ടത്. നമ്മൾ ഏതൊരു അസുഖം വന്നാലും നമ്മൾ മനസ്സിലെ ആത്മവിശ്വാസം വേണം. അത് ജോൺസൺ വൈദ്യനിൽ നിന്ന് എനിക്ക് കിട്ടി. സംസാരിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഞാൻ വൈഫും കൂടി പറഞ്ഞു, കുഴപ്പമില്ല, വൈദ്യൻ്റെ സംസാര രീതി കേട്ടിട്ട് കുഴപ്പമില്ലാതെ പോകും എന്നുള്ള രീതി ഞങ്ങൾക്ക് മനസ്സിൽ തോന്നി. അങ്ങനെ വൈദ്യം പറഞ്ഞ ദിവസം വൈദ്യൻ്റെ രീതിയിൽ ചികിത്സാ നടപടികൾ തുടങ്ങി. തിരുമ്മലും ഒഴിച്ചിലും അങ്ങനെ 2 ആഴ്ച നീളുന്ന ആ ചികിത്സാ രീതി ചെയ്ത് അതിനുശേഷം ജോൺസൺ വൈദ്യൻ പറഞ്ഞ രീതിയിലുള്ള വ്യായാമങ്ങൾ അത് ഇന്നും മുറതെറ്റാതെ ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും ചെയ്ത് പിന്നെ തുടർച്ചയായിട്ട് ഞാൻ നേരത്തെ മുതൽ പണ്ട് മുതൽ സ്കൂൾ തലത്തിൽ തൊട്ട് ഓടാനും ചാടാനും കോളേജിലും അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടും അതിരാവിലെ നടക്കാൻ പോകുന്ന ശീലം ഉണ്ടായിരുന്നു. വീണ്ടും ഞാനിതിപ്പോൾ എനിക്ക് കാലിൽ നീർവീഴ്ച വന്നതിന് ശേഷം ഞാൻ ഇടയ്ക്കൊന്ന് പെൻഡിങ് ആയി. വീണ്ടും ഞാനിപ്പോൾ 6 കിലോമീറ്റർ നടക്കുന്നു. എനിക്കിപ്പോൾ ജോൺസൺ വൈദ്യൻ്റെ ആ ചികിത്സാ നടപടിയിലൂടെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ വേദനകൾ മാറ്റപ്പെട്ടു. അതിലെനിക്ക് വൈദ്യനോട് പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കധികം സ്നേഹവും സന്തോഷവും ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വൈദ്യന് ഈ ജീവിതത്തിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. വൈദ്യന് ദൈവാനുഗ്രഹിക്കട്ടെ. വൈദ്യൻ്റെ ഈ ചികിത്സാ രീതി എന്നെപ്പോലുള്ള ആരെങ്കിലും ഇതുപോലെ കേട്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് ആർക്കെങ്കിലും ഇതിനൊരു ആശ്വാസം പകരാൻ വൈദ്യന് സാധിക്കട്ടെ.
അല്ലെ എൻ്റെ ഈ വാക്കുകളിലൂടെ ആർക്കെങ്കിലും വൈദ്യനെ സമീപിച്ച് അവരുടെ അസുഖം മാറിയാൽ ഞാൻ ഈ സംസാരിക്കുന്നതിന് അതിനൊരു പുണ്യമുണ്ടാകും. അതുകൊണ്ട് വൈദ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. വൈദ്യൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ കാണപ്പെട്ട ഒരു ദൈവമായിട്ട് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു പ്രഗത്ഭനായ ജനറൽ ഹോസ്പിറ്റലിലെ മെയിൻ MD കൂടിയായ ഡോക്ടർ, ഓർത്തോ ഡോക്ടർ കൈയൊഴിഞ്ഞ കേസാണ്. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ കേസ് ജോൺസൺ വൈദ്യൻ്റെ ചികിത്സാ നടപടിയിലൂടെ എനിക്കിപ്പം പൂർണ്ണമായിട്ട് മാറി. ഞാൻ ഇപ്പോൾ വീണ്ടും പഴയ രീതിയിൽ ജോലി ചെയ്യുന്നു, നല്ല വരുമാനം കിട്ടുന്നു, നല്ല രീതിയിൽ ജീവിക്കുന്നു.